എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നിതയും വരുണും കൂടെ റെസ്റ്റോറന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മനോഹറിന്റെ മെസ്സേജ് വരുന്ന വരുണിന്റെ ഫോണിലേക്ക്. അതെ, എനിക്കൊന്ന് കാണണം, ഞാൻ പാർക്കിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞു അവന്റെ മെസ്സേജാ മനോഹറിന്റെ എന്ന് പറയണ. ഇത് കേട്ടപ്പോ നിത പറഞ്ഞു, എന്താ പാർക്കിലേക്ക് ചെല്ലണം പോലും, അവൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന്. എങ്കിൽ വല്ല സമ്മാനം എന്തെങ്കിലും തരാൻ വേണ്ടിയായിരിക്കും. ഇത് കേട്ടതും വരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വല്ല സാരിയോ മറ്റോ ആയിരിക്കും. സാരി വല്ലതും കിട്ടുവാണെങ്കിൽ ഞാനത് നിതയ്ക്ക് തരാന്ന് പറയാം. എനിക്കെന്തിനാ സാരി, പിന്നെ നിന്നെ അവൻ കുറെ ഇട്ട് ചുറ്റിച്ചല്ലേ, അതുകൊണ്ട് കിട്ടുന്നതൊക്കെ ഞാൻ മേടിച്ചെടുക്കുമെന്ന് പറയാം. ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ നിത പറഞ്ഞു, അവനെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതെന്ന് പറയണം. പിന്നെ അവനെ പോലെയുള്ള നീർക്കൊല്ലിനെ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ കല്യാണി വെച്ച് വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടെ, അല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ദുരിതമായി തീർന്നേനെ, ഞാനും അവന്റെ പിടിയിലെ പെട്ടുപോയെന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോ വരും പറഞ്ഞു, അതൊക്കെ കൊണ്ട് അവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കൂന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നും രണ്ടും ആണോ, എത്ര പെൺകുട്ടികളുടെ ജീവിതം ആ ദുഷ്ടം നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയണം. ഇപ്പോഴാണ് എനിക്ക് സമയമുണ്ട്, കാരണം എനിക്ക് മെഡിക്കൽ റെപ്പായിട്ടാണല്ലോ ജോലി. ഇപ്പൊ ഞാൻ വേറെ ജോലിയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുക. കുറച്ച് സമയമുണ്ട്, ഇനി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഞാൻ ഒരു വേറെ ജോലിക്ക് കയറുന്നുള്ളൂ പറയാം. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ കല്യാണിയേച്ചി കിരണേട്ടനൊക്കെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമൊന്നും വരത്തില്ല, എന്നാലും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല നിതയെന്ന് പറയണം. നിത പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ വരണേട്ടനോടൊപ്പം കാണും എന്നൊക്കെ പറയാണ്. പിന്നീട് നിതയോട് യാത്ര പറഞ്ഞ് വരുന്ന നേരം മനോഹറിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പത്തേനും മനോഹർ കാത്തു നിൽക്കുമായിരുന്നു പാർക്കിൽ. അപ്പൊ ഡ്രസ്സൊക്കെ മാറിയാ ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവനെ വരുണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്നിട്ട് മനോഹർ പറഞ്ഞു, അല്ല എന്ത് പറ്റി ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക. അത് പിന്നെ കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാ. പിന്നീട് പറഞ്ഞു, ഇത് മോൾക്കൊള്ളാന്ന് പറയണം. അയ്യോ ഇതെന്താ ജീവേട്ടാന്ന് ചോദിക്കും. അത് പിന്നെ ഇതൊരു സാരിയാന്ന് പറയണേ, എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കണം. അത് പിന്നെ മോൾക്ക് എന്തെങ്കിലും സമ്മാനം തരണ്ടേ നിൽക്കും, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയണം. പിന്നീട് വരും പറഞ്ഞു, അതെ അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ജീവേട്ടനെന്ന് പറയാം. എന്നെയോ? ആ എന്തിനാന്ന് അറിയില്ല എന്ന് പറയാം. അത് പിന്നെ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും. അച്ഛനോട് പറഞ്ഞേരെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാനൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യുമ്പോളൂ, നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരുന്നാലോ എന്ന് ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് മനോഹർ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്ര സുന്ദരിയായിട്ട് പെൺകുട്ടിയെ ഞാൻ കാണുന്നതെന്ന് പറയാം. ഇന്ന് വരെ ഇത്രയും നടപ്പൊക്കെ നടന്നെങ്കിലും ഇത്ര ഭംഗിയുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം. അത് കേട്ടവൻ വരും മനസ്സിൽ പറഞ്ഞു, അതേടാ നീ ഇതല്ല, ഇതിൽ വേറെ പല ഉടായ്പകൾ ഇറക്കും എനിക്കറിയാം. എന്നോടാ നിന്റെ കളി, നീ കളി കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് ഇച്ചിരി അങ്ങോട്ട് വരുണിന്റെ അടുത്തേക്ക് ചേർന്നിരിക്കുവാണ് മനോഹർ. എന്നിട്ട് മനോഹർ പറഞ്ഞു, അല്ല ഞാൻ ഈ കയ്യിലെന്തോ തൊട്ടേറ്റേന്ന് ചോദിക്കണം. അതിനെന്താ വരണേട്ടാ? അല്ല അതിനെന്താ ജീവേട്ടാ, കൈ പിടിച്ചോളാൻ പറയണം. അങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു ഇച്ചിരിയുടെ അടുത്തങ്ങ് ചേർന്നിരിക്കണം. വരും മനസ്സിൽ പറയാ, എടാ നിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലായടാ, നിനക്കിട്ടുള്ള പണിയാണ് ഇനി അടുത്ത് വരാൻ പോന്നെ എന്നൊക്കെ പറയണം. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഒരുത്തിയും കൂടെ തന്റെ കൈപ്പിടിയിലായല്ലോ എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുവാണ് മനോഹർ അവിടെ. പിന്നീട് കിരണിന്റെ അടുത്ത് വല്ലാത്ത വേദനയോട് കൂടിയിട്ട് കല്യാണി ഇരിക്കുവാണ്. അപ്പോഴേക്കാണ് ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഭാനുമതിയമ്മ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് കിരണിന്റെ കൈ എടുത്തിട്ട് ഭാനുമതി പറഞ്ഞു, എന്റെ മോനെ നിനക്ക് എന്ത് പറ്റിയടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയാണ് അവിടെ നിന്ന്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, എന്ത് ചെയ്യാനാ അമ്മൂമ്മേ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കിരണേട്ടന്റെ ഓർമ്മശക്തി പോയി, എഴുന്നേക്കാൻ പോലും പറ്റില്ല എന്ന് പറയണ്. എന്നാലും ഏത് ദുഷ്ടനാ മോളെ ഇങ്ങനെ ഈ പരിപാടി കാണിച്ചെന്ന് ചോദിക്കുക. അവന്റെ തടയിൽ ഇടുത്തി വീഴുവോളെന്ന് പറയണം. അത് പിന്നെ എനിക്ക് തോന്നുന്നേ കിരണേട്ടന്റെ അങ്കിളാന്ന് തോന്നേ, ആ രാഹുൽ എന്ന് പറയുന്നേ, അയാളാണ് വെല്ലുവിളിച്ചിട്ട് പോയെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം ഭാനുമതിയമ്മയിൽ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് വേറെ ചിലരെയും കൂടെ സംശയമുണ്ട്. അറിയാലോ, മോളുടെ അച്ഛനെ ആങ്ങളേനെ അവന്മാര് സൂക്ഷിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അടിയേറ്റ മൂർഖനെ പോലെയായിരുന്നു അവന്മാര് പോയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ അവന്മാരും കൂടെ ഉണ്ടോന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അമ്മൂമ്മയെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, മോള് സൂക്ഷിച്ചും കണ്ടുകൂടി ഇരിക്കണം കേട്ടോ. ഇനി അങ്ങനെയാണ് ഇനി അവന്മാർ ഇങ്ങോട്ട് കയറി വരാൻ സാധ്യതയുണ്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കിരൺമോന് സുഖമായിട്ട് വരും. എനിക്കറിയാം കിരൺമോൻ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കും, എന്നെ തിരിച്ചറിയൂന്നൊക്കെ പറയാം. തിരിച്ചറിയാതെ കൂടെ കിടക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഭാനുമതി അമ്മയ്ക്ക് സഹിച്ചില്ല. പിന്നീട് ഭാനുമതി അമ്മ പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട മോളെ, എല്ലാം ശരിയാകും. പിന്നീട് ചോദിച്ചു, അല്ല വീട്ടിൽ നിന്ന് എല്ലാരും വന്നില്ലേന്ന് ചോദിക്കും. എല്ലാരും വന്നിട്ട് പോയതേ ഉള്ളൂ. അല്ല കാദംബരിയേച്ച് വിവരങ്ങൾ അറിഞ്ഞു അമ്മൂമ്മ നിൽക്കുക. ഇല്ല അറിഞ്ഞിട്ടില്ലാന്ന് തോന്നേ, അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയേണ്ടതായിരുന്നു, അറിഞ്ഞിട്ടില്ലാന്ന് തോന്നിയെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു,
ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം പ്രസവം കഴിഞ്ഞ് കിടക്കുമല്ലേ, കാണാൻ വരാൻ പോലും പറ്റില്ലല്ലോ. ഇനിയിപ്പോ രതീഷേട്ടനോട് പറഞ്ഞിട്ട് അതൊക്കെ പറയാനായിട്ട് പറയണം. അല്ലെങ്കിൽ പിന്നെ കാതമേച്ചയ്ക്കാണെങ്കിലും വിഷമാവത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഭാനുമതിയമ്മ പറഞ്ഞു, അത് ശരിയാ മോള് വിഷമിക്കേണ്ട, എന്ത് വന്നാലും ഞങ്ങളൊക്കെ കൂട്ടിനുണ്ട്. കിരണമോൻ എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കും, ഇങ്ങനെയൊന്നും കിടക്കാനൊന്നും ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണിനെ കുറെ സമയം കൂടെ ആശ്വസിപ്പിച്ചിട്ടാണ് ഭാനുമതിയമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയത്ത് കിരൺ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് കല്യാണിയോട് പറഞ്ഞു, അതെ കുറച്ച് നാളും കൂടെ നമ്മൾ ഈ അഭിനയം തുടർന്നേ മതിയാവുള്ളൂ എന്ന് പറയണേ. കല്യാണി പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷെ അമ്മൂമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അമ്മൂമ്മയുടെ നാവിന്ന് അറിയാതെങ്കിലും കിരണേട്ടന് ഓർമ്മശക്തി ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, തൽക്കാലത്തേക്ക് അടുത്ത ആൾക്കാരോട് അല്ലാതെ വേറെ ആരോടും എനിക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയെന്നുള്ള കാര്യം പറയണ്ട, അതറിഞ്ഞത് ശരിയാകത്തില്ലെന്ന് പറയാണ്. പിന്നീട് പ്രകാശനും രാഹുലും വിക്രവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. സംസാരിക്കാൻ മാത്രമല്ല, അവര് കുപ്പിയൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. കാരണം കിരൺ ആ ദുരന്തം സംഭവിച്ചല്ലോ, അപ്പൊ അതിനെ ആഘോഷിക്കണമല്ലോ. പിന്നീട് പ്രകാശം പറഞ്ഞു, ഇത് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, മിക്കവാറും സേന്റെ ഗുണ്ടകള് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം. രാഹുൽ പറഞ്ഞു, അന്വേഷിച്ച് നടക്കട്ടെ, അവൻ അന്വേഷിച്ച് നടന്നുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല, അവന്റെ കയ്യിൽ നമ്മൾ ചെന്ന് വീഴാനൊന്നും പോകുന്നില്ല, ആ കാര്യത്തിൽ നമുക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം. വിക്രം പറഞ്ഞു, എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്ന് പറയണം. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച്, ആരായിരിക്കും, പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് കഥ തുറന്ന് നോക്കുമ്പോഴത്തേനും ഭാനുമതി അമ്മയാണ്. അമ്മൂമ്മയോ, ദേ അച്ഛാ, അച്ഛനെ കാണാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഭാനുമതി അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു. വിക്രം ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്നേ, എന്ത് പറ്റി, വഴി മാറി വന്നാണെന്ന് ചോദിക്കണം. ഇത് കേട്ടം ഭാനുമതിയും പറഞ്ഞു, അതേടാ വഴി മാറി വന്നാന്ന് പറഞ്ഞ് കാരണത്തിട്ട് ഒറ്റയോളം കൊടുക്കുകയാണ് വിക്രത്തിന്റെ. അമ്മൂമ്മ എന്തിനാ എന്നെ തല്ലിയെന്ന് ചോദിക്കും. നിനക്കും മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താമ്മേ കാര്യം എന്താന്ന് ചോദിക്കുക. ദേ നീയും ആ രാഹുലും എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേന്ന് ചോദിക്കോ. ഓ മോനോ, ഇപ്പൊ കിരൺ മോനായെന്ന് ചോദിക്കും. അതേടാ മോൻ തന്നെ ആയത്. എടാ നിന്നെ പോലെയുള്ള ദുഷ്ടക്കൂട്ടങ്ങളെ കണ്ടിട്ട് പോലുമില്ല, നിന്റെ കൂടെ ചേർന്ന് ഞാൻ പല കള്ളത്തരങ്ങളും ചതികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ അനുഭവിച്ചു. പക്ഷെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. നിനക്കൊക്കെ മാറാൻ ഇനിയും സമയമുണ്ട്. മാറേണ്ട സമയത്ത് നീയൊക്കെ മാറിയില്ലെങ്കിൽ നിനക്കൊക്കെ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വിക്രം പറഞ്ഞു, പിന്നെ ദുരന്തം പോലും ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. പിന്നീട് സത്യം പറയടാ, നീയൊക്കെ ചേർന്നല്ലേ കിരണിനെ ഇങ്ങനെ ആക്കി വെച്ചെന്ന് ചോദിക്കണം. പ്രകാശം പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ, ദേ ഞാനൊക്കെ നന്നായി കണ്ടില്ല, തല മൊട്ടയടിച്ചിരിക്കുന്നേ, തല മൊട്ടയടിച്ച് നന്നായേക്കുവാ. ക്ഷേത്രത്തിലൊക്കെ പോയി എന്നും തന്നെ ഭജനയും പ്രാർത്ഥനയാന്ന് പറയണ. എടാ പ്രകാശ, നീ എന്റെ മോനല്ലേ, എന്റെ മുന്നിൽ കള്ളത്തരം പറയണ്ടാ. നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എടാ ഈ ചെയ്തതിനൊക്കെ നീയൊക്കെ അനുഭവിക്കും. അവസാനം നീ കല്യാണിയുടെ കാലി വീണ് കിടന്ന് കെഞ്ചി കരയൂടാ. ആ കാഴ്ച ഞാൻ കാണൂടാ, അതിനുശേഷം ഞാൻ മരിക്കത്തുള്ളൂ. നീയൊന്നും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞോണ്ട് ജാഗി നേർച്ച് നേർന്നിട്ട് ഭാനുമതി അമ്മ അവിടെ നിങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം വിക്രം പ്രകാശനോട് കണ്ടില്ലേ, നമ്മളോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്ന ആളാ, ഇപ്പൊ എത്ര പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചാൽ നോക്ക് അമ്മൂമ്മയ്ക്ക് എന്നൊക്കെ പറയാണ്. ഈ സമയം കല്യാണി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. കല്യാണിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കിരൺ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കാണ് ഗംഗാപ്രസാദിന്റെ വരവ് അങ്ങോട്ട്. ജെറി ജോൺ എന്നൊക്കെയാണ് അവൻ പേര് പറഞ്ഞിരിക്കുന്നത്. ആ പേരാണ് കിരണും കല്യാണിക്കും എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ജെറീനെയാണ് കാണുന്നത്. ആഹാ ജെറിയേട്ടനോ, ബാ കയറി വരാൻ പറയണം. അങ്ങനെ അവനകത്തേക്ക് കയറി ചെന്നപ്പോ കിരൺ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ്. പെട്ടെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഓർമ്മശക്തി ഒന്നും തിരികെ കിട്ടിയില്ല, ഈ കിടപ്പന്നെ കിടക്കുന്ന ഡോക്ടർ പറഞ്ഞെന്ന് പറയാം. ശരിക്കും പറഞ്ഞാല് അന്ന് തീരേണ്ടതായിരുന്നു കിരണിന്റെ ജീവിതം. കൃത്യസമയത്ത് തന്നെ എത്തിയത് കൊണ്ടാ, അല്ലെങ്കിൽ അവന്മാര് ഒരടിയും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കിരണ് പിന്നെ നമുക്ക് ജീവനോടെ കാണാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ജെറിച്ചേട്ടൻ കൃത്യസമയത്ത് തന്നെ വന്നോണ്ടാ കിരണേട്ടന് ജീവൻ രക്ഷോട്ട്, ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണേ. എന്തിനാ കല്യാണി ഇങ്ങനെ എപ്പോഴും നന്ദി പറയുന്നേ? ഇങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, അതിന് മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാം. ജെറിച്ചേട്ടൻ ഇത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലെന്ന് പറയണം. പിന്നീട് കല്യാണി പറഞ്ഞു, അതെ ജെറിച്ചേട്ടന്റെ ഫോൺ നമ്പർ ഒന്ന് തന്ന ഉപകാരം ഉണ്ടെന്ന് പറയണം. അതെന്താ? അല്ല ഇനിയിപ്പം കിരണേട്ടൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞോളാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവനൊന്നും ഞെട്ടി. കാരണം ജെറീനൊന്നും അല്ല യഥാർത്ഥ പേര്, മാത്രമല്ല താൻ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങാനും ഇവരറിഞ്ഞാലോ? പക്ഷെ നമ്പർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഫോൺ അങ്ങോട്ട് കല്യാണി നീട്ടി കഴിഞ്ഞപ്പോഴത്തേന് ആ ഫോണിനകത്തേക്ക് നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. കല്യാണി പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്നൊക്കെ പറയണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ കിരണിന് സുഖമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ ജെറിച്ചേട്ടനോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറയായിരുന്നു.
കിരണേട്ടന് ഓർമ്മശക്തിയൊക്കെ ഉണ്ടെന്ന്. വേണ്ട കല്യാണി, നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രം പറഞ്ഞാൽ മതി. ഒരു പക്ഷേങ്കിലും ജെറിയോടൊക്കെ പിന്നെ പറയാം. അല്ല, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം നമ്മുടെ ശത്രുക്കൾ ചിലപ്പോൾ അത് പെട്ടെന്ന് അറിയാനായിട്ട് സാധ്യതയേറും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ. പതുങ്ങിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടല്ലോ എന്ന് ചോദിക്കാം. അതെ, അത് ശരിയാ കിരണേട്ട. എന്നാ കിരണേട്ടന് ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയണം. ആ സമയം പുറത്തിറങ്ങി വന്ന ജെറി ഇങ്ങനെ ഒരു നിമിഷം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജെറി കേട്ടിത്. ജെറി എങ്ങനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നിനക്കിട്ടൊക്കെ ഞാൻ പണി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.